രാത്രി 9 മണി കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ വിളക്കുകൾ അണയ്ക്കുമായിരുന്നു. അതിനുശേഷം ആരെങ്കിലും വിളക്ക് തെളിയിച്ചാൽ അവൾ വരുമെന്ന് വിശ്വസിച്ചിരുന്നു. ഇതിന്റെ പൂർണ്ണമായ കഥ ആരും അങ്ങനെ വിട്ടുപറയാറില്ല. ഇതൊരു ഉൾഗ്രാമത്തിലെ യഥാർത്ഥ സംഭവമാണ്. ഗ്രാമമോ സ്ഥലമോ ഞാനിവിടെ പറയുന്നില്ല. എന്നാൽ ഈ കഥയെക്കുറിച്ച് പഴമക്കാർ പറയുന്നത് ആ കാലത്ത് ആ ഗ്രാമത്തിൽ ഒരു കല്യാണം നടത്താൻ തീരുമാനിച്ചിരുന്നു. വിവാഹത്തിന് 2 ദിവസം മുന്നേ വധുവിനെ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നും ശവമായി ലഭിച്ചു. എന്നാൽ അവളുടെ ശരീരം മുഴുവൻ തീ കൊണ്ട് പൊള്ളിയ പോലെയായിരുന്നു. ശരീരത്തിന്റെ അടുത്ത് നിന്നും ഒരു വിളക്ക് ലഭിച്ചു. ആ വിളക്കിലെ തിരി ചുവന്ന നിറത്തിൽ ആ സമയവും പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ രാത്രി 9 മണിക്ക് ശേഷം വിളക്ക് തെളിയിച്ചാൽ ആ തിരി ചുവപ്പ് നിറമായി പ്രകാശിക്കുമായിരുന്നു. ഒപ്പം അവളുടെ വരവും ആ നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ഒരിക്കൽ നഗരത്തിൽ നിന്നും വന്ന ഒരു യുവാവ് ഈ കഥ കേട്ട് പരിഹസിച്ച് ചിരിച്ചു. കഥകൾ എന്തിന് പേടിക്കണം, വെറും വില്ലേജ് മിത്ത് എന്ന് ചിരിച്ചു തള്ളി. ഒരു രാത്രി കൗതുകത്തിന് അവൻ വീട്ടുമുറ്റത്ത് ചുവന്ന ഹ്യൂറിക്കൻ ലാമ്പ് തെളിയിച്ചു. പെട്ടെന്ന് തന്നെ ഗ്രാമത്തിലെ കാടുകളിൽ നിന്നും വിചിത്രമായ രീതിയിൽ നായകൾ കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ വാതിൽ മന്ദഗതിയിലുള്ള തരത്തിൽ ഒരു തട്ടൽ. അവൻ വാതിൽ തുറന്നപ്പോൾ ആരുമില്ല. പക്ഷേ നിലത്ത് ചുവന്ന വെളിച്ചത്തിൽ ഒരു സ്ത്രീയുടെ നിഴൽ മാത്രം. അടുത്ത ദിവസം രാവിലെ യുവാവിനെ തിരഞ്ഞു വന്ന സുഹൃത്തുക്കൾ കണ്ടത് മുഖമെല്ലാം ചുവന്ന നിറത്തിലായി കണ്ണുകൾ തുറന്ന നിലയിൽ കിടക്കുന്ന യുവാവിനെയായിരുന്നു. എന്നാൽ അവന്റെ കയ്യിൽ ആ ഹ്യൂറിക്കൻ ലാമ്പ് അപ്പോഴും തെളിഞ്ഞുകൊണ്ടിരുന്നു. കഥയിൽ സത്യമുണ്ടെന്ന് ആ ഗ്രാമം വീണ്ടും വിശ്വസിച്ചു തുടങ്ങി. ഇന്നും വെളിച്ചം ചെല്ലാത്ത അങ്ങനെ ഒരു ഗ്രാമമുണ്ടെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം.